മറ്റൊരു ദേശീയ വാർത്തയിലേക്ക് വരുമ്പോൾ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് വീണ്ടും തിരിച്ചടി. ഒരു രാജ്യസഭാംഗം കൂടി രാജിവെച്ചു. പ്രകാശ് സിംഗ് ബറേക്കാണ് രാജ്യസഭാംഗത്വവും പാർട്ടി അംഗത്വവും രാജിവെച്ചത്. ഇതോടെ തോൽവിക്ക് പിന്നാലെ രാജ്യസഭാംഗത്വം രാജിവെക്കുന്ന മൂന്നാമത്തെ തൃണമൂൽ അംഗമാണ് ഇദ്ദേഹം. സുഖേന്ദു ശേഖർ റോയും സുസ്മിത ദേവുമാണ് നേരത്തെ രാജിവെച്ചത്. ഇതോടെ രാജ്യസഭയിലെ തൃണമൂൽ അംഗങ്ങളുടെ എണ്ണം 10 കുറഞ്ഞു. ബംഗാളിലെ ജനവിധി അംഗീകരിക്കുന്നുവെന്നും അതിനാൽ രാജിവെക്കുന്നുവെന്നുമാണ് പ്രകാശ് ബറേക്ക് പ്രതികരിച്ചത്. लोग वेस्ट बंगाल के लोग जिस तरह राय दिए हैं उस राय को एक्सेप्ट करते हुए आज मैं भी अपना पद से इस्तीफा दिया. तो आप बीजेपी में जाना चाहेंगे? समय के इंतजार कीजिए. KP അഭിലാഷ് തന്നെ ചേരുന്നുണ്ട്. അഭിലാഷ്, മമതയ്ക്ക് വലിയ തിരിച്ചടിയാണ്. ഇനിയും പ്രതീക്ഷിക്കണോ രാജ്യസഭാംഗങ്ങളുടെ രാജി? തീർച്ചയായും 1.5 പതിറ്റാണ്ട് കാലമായി പശ്ചിമ ബംഗാളിലെ അനിഷേധ്യ നേതാവായിരുന്ന രാഷ്ട്രീയ എതിരാളികളെ നിലംപരിശാക്കിയ മമതാ ബാനർജിക്ക് കാലിടറുകയാണ് എന്ന് മാത്രമല്ല തൃണമൂൽ തകർച്ചയുടെ വക്കിലേക്ക് കൂടി എത്തി നിൽക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെ ഇനിയും അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ രാജ്യസഭയിൽ നിന്ന് രാജിവെക്കുന്ന എംപിമാരുടെ എണ്ണം 3 ഉയർന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രകാശ് സിംഗ് ആണ് രാജി സമർപ്പിച്ചിട്ടുള്ളത്. അതായത് രാജ്യസഭ അധ്യക്ഷൻ ചെയർമാനായിട്ടുള്ള CP രാധാകൃഷ്ണന് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിക്കുകയും ചെയ്തു. നേരത്തെ സുഷ്മിത ദേവ് അതോടൊപ്പം തന്നെ സുഖേന്ദു ശേഖർ എന്നിവർ ആണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ അംഗത്വം രാജിവെച്ചത്. അതുമാത്രവുമല്ല, ഇവർ BJPയിലേക്ക് ചേക്കേറുന്നു എന്നതാണ് മമതയ്ക്ക് കനത്ത തിരിച്ചടിയായി മാറുന്നത്. പ്രത്യേകിച്ച് ഹിമന്ത ബിശ്വ ശർമ്മയുമായി സുഷ്മിത ദേവും അതോടൊപ്പം തന്നെ ഭൂപേന്ദ്ര യാദവുമായി സുഖേന്ദു ശേഖറും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രകാശ് സിംഗും രാജി സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ 13 അംഗങ്ങൾ ആയിരുന്നു രാജ്യസഭയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെതായി ഉണ്ടായിരുന്നത്. ആ അംഗബലം ഇപ്പോൾ 10 ചുരുങ്ങിയിരിക്കുന്നു. ഇനി ബാക്കിയുള്ള 10 അംഗങ്ങളുടെ നിലപാടുകൾ കൂടി നിർണായകമാകും. അതോടൊപ്പം തന്നെ ലോക്സഭയിലും കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് മമതാ ബാനർജി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലോക്സഭയിൽ 20 അംഗങ്ങളും ഇപ്പോൾ വിമത പക്ഷത്താണ് എന്നത് മാത്രവുമല്ല, തങ്ങൾ NDAയെ പിന്തുണയ്ക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് അവർ കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട്. കകോലി ഘോഷ് ദസ്തർ ആണ് തങ്ങളുടെ നേതാവ് എന്ന് അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോക്സഭയിലും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ മമത നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറെ പ്രയാസകരം എന്നത് പശ്ചിമ ബംഗാളിലെ കനത്ത തോൽവിക്ക് പിന്നാലെ തെരഞ്ഞെടുക്കപ്പെട്ട MLAമാർ എല്ലാവരും തന്നെ വിമത പക്ഷത്ത് അണിനിരന്നിരിക്കുന്നു. ഋതപ്രത ബാനർജിയുടെ നേതൃത്വത്തിൽ ഉള്ള വിമത മുന്നണിയാണ് 58 അംഗങ്ങളും പിന്തുണയ്ക്കുന്നത്. ഒരു പക്ഷേ നിയമ പോരാട്ടത്തിലേക്ക് കൂടി കടക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. അതായത് ആരാണ് യഥാർത്ഥ തൃണമൂലുകാർ എന്ന ചോദ്യത്തിനാണ് ഇനി നിയമപരമായി, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് ഒരു പക്ഷേ ഈ വിമത വിഭാഗം അവകാശവുമായി എത്തിയേക്കാം. തങ്ങളുടേതാണ് തൃണമൂൽ കോൺഗ്രസ് എന്നും പാർട്ടി ചിഹ്നം ഉൾപ്പെടെ തങ്ങൾക്ക് നൽകണം എന്ന ആവശ്യവും ഒരുപക്ഷെ ഈ വിമത വിഭാഗങ്ങളുടെ കൂട്ടായ്മ ആവശ്യപ്പെടുന്നുവെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള മമതാ ബാനർജിയും അനന്തരവൻ അഭിഷേക് ബാനർജിയും വലിയ പ്രതിസന്ധിയായിരിക്കും നേരിടാൻ പോകുന്നത്. പാർട്ടി പോലും തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന അസാധാരണമായ സാഹചര്യത്തിലൂടെയാണ് മമത കടന്നുപോകുന്നത്. സജിത്, അസാധാരണ സാഹചര്യമാണ് ബംഗാളിൽ മമത നേരിടുന്നത്. ബംഗാളിലെ ഈ കനത്ത തോൽവിക്ക് പിന്നാലെ ദേശീയ തലത്തിൽ ഉയരുന്ന മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകുമോ, കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുമോ, കോൺഗ്രസിൽ ലയിക്കുമോ എന്ന ചോദ്യമാണ്. ഡൽഹിയിൽ സോണിയാഗാന്ധിയുമായി മമതാ ബാനർജി നടത്തിയിരുന്ന കൂടിക്കാഴ്ചയിൽ ഇത്തരമൊരു നീക്കമുണ്ടായെന്ന അഭ്യൂഹമുണ്ടായതോടെ ഇതിൽ കടുത്ത പ്രതിഷേധമുയർത്തുകയാണ് ബംഗാളിലെ കോൺഗ്രസ് നേതാക്കൾ. ബംഗാളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിക്കുമെന്നാണ് സൂചനകൾ. കോൺഗ്രസ് പ്രവർത്തകരെ കൊന്നൊടുക്കിയവരാണ് തൃണമൂലുകാർ, അവരുമായി ചേർന്ന് പോകാനാവില്ല എന്നതാണ് ബംഗാളിൽ നിന്നുള്ള നേതാക്കളുടെ നിലപാട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. KP അഭിലാഷ് ചേരുന്നുണ്ട്. അഭിലാഷ്, വർഷങ്ങളോളം പോരടിച്ചവരാണ് തൃണമൂൽ കോൺഗ്രസും ഒപ്പം അവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും. അപ്പോൾ ഇനി ഈ പുതിയ പശ്ചാത്തലത്തിൽ ചേർന്ന് പോവുക എന്ന ദേശീയ തലത്തിൽ തീരുമാനമെടുത്താൽ പോലും പ്രാദേശികമായി ബംഗാളിലെ കോൺഗ്രസ്സുകാർ അത് അംഗീകരിച്ചില്ലെങ്കിൽ ആ നീക്കം സാധ്യമാകുമോ? സജിത്ത്, പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ പശ്ചാത്തലത്തെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് 3.5 പതിറ്റാണ്ടോളം ഇടതുപക്ഷത്തിൻ്റെ ഒരു അപ്രമാദിത്വമായിരുന്നു പശ്ചിമ ബംഗാളിൽ നമ്മൾ കണ്ടത് എങ്കിൽ പിന്നീട് ദീദിയുടെ പടയോട്ടം ആയിരുന്നു പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നത്. 1.5 പതിറ്റാണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കിയാണ് ദീദി മുന്നോട്ട് പോയത്. ദീദിയുടെ ഭരണകാലത്തിൽ തീർച്ചയായും CPMൻ്റെ പാർട്ടി ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അവിടെ കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് പലപ്പോഴും ആര് മേൽക്കൈ നേടിയ ഉണ്ടാകാറുള്ളത് എന്നതാണ്. വ്യാപകമായി വോട്ട് പിടുത്തം, ബൂത്ത് പിടുത്തം, ഇവയെല്ലാം നമ്മൾ പശ്ചിമ ബംഗാളിൽ നിന്ന് കാണാറുള്ളതാണ്.
ഇതാണ് മമതാ ബാനർജിയെ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലാഴ്ത്തുന്നത്. അതായത് പാർട്ടിയിൽ വിജയിച്ചു കയറിയവർ വിമതപക്ഷത്തേക്ക് പോവുകയും മറ്റുള്ളവർ കൊഴിഞ്ഞു പോവുകയും ചെയ്തു എന്നതിനോടൊപ്പം തന്നെ BJP ഇപ്പോൾ അധികാരത്തിൽ ഏറി നിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. നമുക്കറിയാം BJP കേന്ദ്രത്തിൽ അധികാരത്തിലേറിയതിനു ശേഷം മമതാ ബാനർജിയുമായി തുറന്ന പോരിലേക്ക് എത്തിയിരുന്നു. കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ശാരദ ചിട്ടി തട്ടിപ്പ് പോലെയുള്ള ഇടപാടുകൾ, ഇപ്പോൾ തന്നെ അഭിഷേക് ബാനർജിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ, ഇതെല്ലാം കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഒരു ഭാഗത്ത് വരിഞ്ഞു മുറുക്കുന്നു. മറുഭാഗത്ത് തൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ദീദി കടന്നു പോകുന്നു. തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി തന്നെ തൻ്റെ കൈപ്പിടിയിൽ നിന്ന് നഷ്ടമാകുന്ന പ്രത്യേക രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാകുന്നു. അവിടെ ദീദിക്ക് ഒരു രാഷ്ട്രീയ അഭയം നൽകാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലായിരുന്നു സോണിയാഗാന്ധിയുമായി മമതാ ബാനർജി നടത്തിയ കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ അഭ്യൂഹങ്ങൾക്ക് വഴി തെളിച്ചത്. പ്രത്യേകിച്ച് കോൺഗ്രസിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ AICCയുടെ ഉപാധ്യക്ഷ സ്ഥാനം മമതാ ബാനർജിക്ക് നൽകാമെന്ന് സോണിയാഗാന്ധി ഉറപ്പു നൽകിയെന്നും അഭിഷേക് ബാനർജി രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും അങ്ങനെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഓഫർ ചെയ്തു എന്ന തരത്തിലുമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. എന്നാൽ പിന്നീട് ഇത് പാർട്ടി കേന്ദ്രങ്ങൾ ഔദ്യോഗികമായി തന്നെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പക്ഷേ പശ്ചിമ ബംഗാളിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് ഇത്തരം വാർത്തകളിൽ തന്നെ കടുത്ത അതൃപ്തിയാണുള്ളത്. അതിന് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി അധികാരത്തിലിരുന്നപ്പോൾ അവിടെ ഒരു ജനാധിപത്യ സ്വഭാവത്തോടു കൂടി ആയിരുന്നില്ല അവർ പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളെ നേരിട്ടുകൊണ്ടിരുന്നത്. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പലപ്പോഴായി പല കോൺഗ്രസ് പ്രവർത്തകരെയും ആക്രമിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അടുത്തോർത്തെടുക്കാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മമതാ ബാനർജിയുടെ അനന്തിരവൻ കൂടിയായിട്ടുള്ള അഭിഷേക് ബാനർജിയെ ചീമുട്ട കൊണ്ട് എറിയുന്ന പ്രവർത്തകരെ നമ്മൾ കണ്ടിരുന്നു. അതിലേറെ വലിയ തരത്തിൽ ഉള്ള അറ്റാക്ക് ആണ്, ആക്രമണമായിരുന്നു മമതാ ബാനർജി അധികാരത്തിലിരുന്നപ്പോൾ പലപ്പോഴായി തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ CPIഎമ്മിൻ്റെയും ഒരു പരിധിവരെയെങ്കിലും BJP പ്രവർത്തകർക്ക് നേരെയും ഒക്കെ നടത്തിയിരുന്നത്. അപ്പോൾ അങ്ങനെ നയപരമായ അല്ലെങ്കിൽ നിലപാടുകളുടെ രാഷ്ട്രീയം എന്നതിനപ്പുറത്ത് കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം കൂടി എപ്പോഴും നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടിട്ടുണ്ട്. അത് മമതാ ബാനർജി കൃത്യമായി പ്രയോഗിച്ചിട്ടുമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വത്തെ, അതായത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വലിയ എതിർപ്പിന് വഴിയൊരുക്കുന്നത്. ഒരു കാരണവശാലും മമതാ ബാനർജിയെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് സാധിക്കില്ല എന്നത് തന്നെയാണ് നിലപാട്. എന്തായാലും അധിർ രഞ്ജൻ ചൗധരിയെ പോലെയുള്ള നേതാക്കളുടെ രാഷ്ട്രീയ നിലപാടുകൾ, തീരുമാനങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതായി മാറും എന്നതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത്. പൂർണ്ണമായും സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് ഒരുപക്ഷെ മമതാ ബാനർജി വരാൻ തയ്യാറായാൽ പോലും കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. അതിൽ കോൺഗ്രസ് ആണ് നിലപാട് സ്വീകരിക്കേണ്ടത്. എന്നാൽ കോൺഗ്രസ് രാഷ്ട്രീയ അഭയം നൽകുമോ എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മമതാ ബാനർജിക്കാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഇനി മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ കെട്ടിപ്പടുക്കുക എന്നത് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള ഒന്നല്ല. അതുമാത്രവുമല്ല, അഭിഷേക് ബാനർജിക്ക് പൊതുവിൽ പശ്ചിമ ബംഗാളിൽ ഒരു സ്വാധീനവും ചെലുത്താൻ ഇപ്പോൾ സാധിക്കുന്നില്ല എന്നതാണ് വലിയ തോതിൽ തിരിച്ചടിയായി മാറിയിട്ടുള്ളത്. ദേശീയ തലത്തിൽ ആകാംക്ഷയുയർത്തുന്ന കാര്യമാണ് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും ലയിക്കുമോ എന്ന ചോദ്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.